ഈ ഒരു ഗ്ലാസിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വീതി എന്ന് പറഞ്ഞാൽ 3.5 ഇങ്ങനെയുള്ള അളവ് ഇത് 4. ഈ ബാക്ക് വിൻഡോ വരുന്നത് 3.5 വീതിയും രണ്ടാമത് വരുന്നത് ഇത് 4 സെൻറ്റിമീറ്റർ വീതിയും ഫ്രണ്ടിലത്തെ അതുപോലെ തന്നെ ഇത് 3.5 ഇത് 3.5 ബാക്കിയെല്ലാം 4 ഇങ്ങനെ ഉയരം വരുന്നത് ഇങ്ങനെ ഉയരം വരുന്നത് 3.8 ഇത് 2.3 ഇങ്ങനെ ഉയരം ഇതിൻ്റെ അളവിന് തന്നെ പോയിരുന്നു. ഇതാണ് എൻ്റെ ബാക്ക് സൈഡ് ഞാനങ്ങ് വെട്ടിപ്പോയി അറിയാതെ വീഡിയോ എടുക്കാനങ്ങ് മറന്നുപോയി. പിന്നെ ഞാൻ എണ്ണവും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട്. നോക്കിയാൽ മതി. ഇതൊരു സ്റ്റോപ്പൊന്നും ബ്രേക്കിൻ്റെ ഇതെല്ലാം അവിടെ കൊടുക്കുന്നതും അതിന് കിടക്കുന്നത് നമ്പർ പ്ലേറ്റിലാണ് കൊടുക്കുന്നത്. ഇത് നമ്പർ പ്ലേറ്റ്, ഇത് സ്റ്റോപ്പിൻ്റെ. അതായത് 2 സെൻറ്റിമീറ്റർ സ്ക്വയറായിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഈ അതിന് മേലോട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ 5.5 സെൻറ്റിമീറ്ററും 4.1 സെൻറ്റിമീറ്റർ ഹൈറ്റും ആണ്. അതിൽ നിന്ന് 1.1 ഹൈറ്റ് വിട്ടോട്ട് നമ്മൾ അടുത്ത മെയിൻ ഗ്ലാസ് വരയ്ക്കാൻ പോകുന്നത്. സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റത്തില്ലേ. 15 സെൻറ്റിമീറ്റർ ഇവിടെ മുതൽ ഇവിടെ ഒരു 15 സെൻറ്റിമീറ്റർ. ഇത് 14.8 അടിവശം. ഇവിടെ 14.8 ഇവിടെ വരുമ്പം 13.5. അതായത് ഇവിടെ മുതൽ ഇവിടെ വരും. ഈ ഗ്ലാസ് വരച്ച് കഴിയുമ്പോഴേ നമുക്ക് ഇവിടുത്തെ ഈ കർവ് കിട്ടത്തുള്ളൂ. കർവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സെൻറ്ററിൽ നിന്ന് 1.4 സെൻറ്റിമീറ്റർ ഹൈറ്റ് അവിടെ കൊടുക്കണം. അങ്ങനെ കാണിച്ചു തരാം. അതെ 1.4 ഗ്ലാസ് വരയ്ക്കുന്നത്. ഈ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ കൊടുത്തേക്ക് ഡീറ്റെയിൽ ഉണ്ട്. അതുകൊണ്ട് 7.2 സെൻറ്റിമീറ്റർ ഇവിടെ നിന്നുള്ള ഇവിടെ വരെയുള്ള ഹൈറ്റ് 7.2. വീതി എന്ന് പറയുന്നത് 9.2 ഹൈറ്റ്. ഇത് വീതി. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ സൈഡ് ഗ്ലാസ് ഇവിടെ നിന്ന് ഞാൻ 6 mm വിട്ടിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. 6 mm വിട്ട് ഇവിടെ 6 mm വിട്ടിട്ടുണ്ട്. അത് 1.4 ഇതും അടിയിലത്തേതും മണ്ടയിൽ വരുന്നത് 1.2 ഹൈറ്റ് വരുന്നത് 4.5 ഇതിൻ്റെ ഹൈറ്റ് ഈ ഗ്ലാസിൻ്റെ ആണേ. ആണോ? ഓക്കെ. അല്ലാത്തവർക്ക് ഒന്ന് പോസ് ചെയ്താൽ കാണാൻ പറ്റും. പോസ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ എൻ്റെ 2 സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മാറിപ്പോയായിരുന്നു ഒട്ടിച്ചത്. അതുകൊണ്ട് ഒട്ടിച്ച് ഇളക്കി മാറ്റി ഒട്ടിച്ച് തിരിഞ്ഞു പോയി ഒട്ടിച്ചു. ഒറ്റയ്ക്കുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ നമ്മൾ തന്നെ എടുക്കും. ഇത് വെച്ച് നമ്മൾ ഒട്ടിക്കുന്നത്.